യുദ്ധം ഒന്നുകൂടെ കനക്കുകയാണല്ലോ സർ. USS ജോർജ് H.W. ബുഷ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു പടക്കപ്പൽ കൂടി ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇറാനിലേക്ക് ഡെൽറ്റ ഫോഴ്സിനെ ഇറക്കുമെന്നും US പറഞ്ഞിട്ടുണ്ട്. ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇറങ്ങിക്കഴിഞ്ഞോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ചില വാർത്തകൾ അങ്ങനെയാണല്ലോ, കുറച്ച് വൈകിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്താവും ഇതിൻ്റെ ഒരു അവസ്ഥ? ഇത് യുദ്ധം കുറേ കൂടി ശക്തി പ്രാപിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ഇപ്പം തന്നെ 2 വിമാനവാഹിനി കപ്പലുകളും അതിനെ അക്കോമ്പനി ചെയ്യുന്ന ഡെസ്ട്രോയേഴ്സും പിന്നെ ഫ്രിഗേറ്റ്സും എല്ലാം പശ്ചിമേഷ്യയിലുണ്ട്. ഒന്ന് ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ, പിന്നെ വേറൊന്ന് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ. ഇപ്പം പ്രജിത പറഞ്ഞ് USS ജോർജ് ബുഷ് എന്ന് പറയുന്നത് ഒരു വിമാനവാഹിനി കപ്പലാണ്. അധികം പഴക്കമൊന്നും ആയിട്ടില്ല, 10-20 ദിവസമായിട്ട് 20 വർഷമായിട്ടുള്ളത് സർവീസിൽ വന്നിട്ട്. 100-ലധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഈ മൂന്നാമത് ഒരു വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യയിലെത്തുമ്പോൾ പശ്ചിമേഷ്യൻ കടലിൽ സമുദ്രങ്ങളിൽ മുഴുവനും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കൊണ്ട് നിറയും. ഇറാന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അത് വരാനുള്ള പ്രധാന കാരണം ഇറാൻ ഇപ്പോൾ ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ നിരന്തരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളൊന്നും അല്ല ആക്രമിക്കണം, അമേരിക്കൻ ഇൻസ്റ്റാളേഷൻസ് തന്നെയാണ്, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. എന്തെങ്കിലും അതായത് പരിധി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ടും അയാൾ എന്താ പറയണ, അവരെ ആക്രമിച്ചു. അത് അവരെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. അവർ അമേരിക്ക എന്താ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും അമേരിക്കയാണല്ലോ. അമേരിക്ക അവരുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ഗൾഫ് കോർഡിനേഷൻ കൗൺസിൽ മെമ്പേഴ്സും എല്ലാവരുമായിട്ട്. ഇപ്പോൾ UAE, ഖത്തർ, മറ്റേ ഈ ഒമാൻ, സൗദി അറേബ്യ, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ മുഴുവനും, ഇറാൻ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്കയായിട്ട് നല്ല റിലേഷനാണ്. അപ്പോൾ അവർ അമേരിക്കനെ സൗണ്ട് ചെയ്തിട്ടുണ്ടാകും ഞങ്ങളുടെ സുരക്ഷിതത്വം അപകടത്തിലാണെന്ന്. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പലുകളും അതിൻ്റെ കൂടെ ഡെൽറ്റ ഫോഴ്സിനെയും ഇറക്കുമതി അയച്ചിട്ടുണ്ട്. ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ എലീറ്റ് കമാൻഡോ ഫോഴ്സാണ്. സ്പെഷ്യൽ ഓപ്പറേഷൻസ്, പ്രത്യേക ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സാണ്. അമേരിക്കൻ ആർമിയുടെ കീഴിലുള്ളതാണ്. അവർ കമാൻഡോസ്, അഡ്വാൻസ്ഡ് ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുള്ള കമാൻഡോസാണ്. അങ്ങനെ കുറേ യൂണിറ്റ് ഉണ്ട് അവർക്ക്. സീൽസ് എന്ന് പറഞ്ഞ ഒരു SEALS സീൽസ്, മറ്റേ ഒസാമ ബിൻ ലാദന് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ചെന്ന് കയറി കൊന്ന ആൾക്കാരാണ് ഈ സീൽസ്. എന്നിട്ട് ഡെഡ് ബോഡി കെട്ടിപ്പിടിച്ച് കൊതിഞ്ഞ് കടലിൽ കൊണ്ട് മുക്കി. അപ്പോൾ അതേപോലെ ഒരു ശക്തിയേറിയൊരു ഫോഴ്സാണ് ഈ ഡെൽറ്റ ഫോഴ്സ്. നമ്മൾ ഈ ചിലപ്പോൾ ഈ ഹോളിവുഡ് സിനിമയിൽ ഒരു സ്റ്റാലിയൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, എന്താ സിൽവസ്റ്റർ സ്റ്റാലിൻ, അയാളുടെ സിനിമയിൽ പലപ്പോഴും കാണാം ഈ എന്താ കമാൻഡോസ് ആയിട്ട് യുദ്ധം ചെയ്യണം. അത് ഡെൽറ്റ ഫോഴ്സിനെ മാതൃകയാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അമേരിക്ക വിചാരിച്ചിരുന്ന ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടോ യുദ്ധം തീർക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇറാൻ ഈ പറഞ്ഞ പോലെ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂളിലും വിഷം എന്ന് പറഞ്ഞ പോലെയാണ് ഇറാൻ്റെ പെരുമാറ്റം. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർ കിട്ടുന്നിടത്തേക്ക് മുഴുവൻ ഇങ്ങനെ ഡ്രോൺസും മിസൈൽസും കൊണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ കയ്യിൽ തീരാത്ത അത്രയും മിസൈൽസ് ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ഇറാന് വിജയമുണ്ടാകും എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട്. ഇതൊക്കെ നറേഷൻസ് ആണ്, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. നമ്മളപ്പോൾ ഇത് ഒന്നാമത്തെ സൈനിക ശക്തിയാണ് US എന്ന് പറയുമ്പോഴും പ്രത്യാക്രമണം ഇറാൻ കൃത്യമായിട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. റഷ്യ അതിലേക്ക് ഇടപെടുകയും ചെയ്യുന്നുണ്ടല്ലോ. റഷ്യ നേരിട്ട് ഇടപെട്ടിട്ടില്ലല്ലോ. റഷ്യ നേരിട്ട് വെപ്പൺസ് കൊടുക്കുന്നുണ്ടാവും. അവര് വെപ്പൺസ് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നും കൂടി നമുക്കറിയാൻ പാടില്ല. ഇന്റലിജൻസ് ഇൻപുട്ട് നൽകുന്നുണ്ട്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചും സൈനിക നീക്കങ്ങളെക്കുറിച്ചും റഷ്യ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ റഷ്യ ഇറാന് നൽകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സെലൻസ്കി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിലുള്ള മിസൈൽസ് മുഴുവൻ ചിലവാക്കുക, കുറച്ച് ഞങ്ങൾക്ക് കൂടി വെച്ചേക്കണം, റഷ്യനെ പഠിപ്പിക്കാനുള്ളതാണെന്ന്. അത് കേട്ടപ്പോൾ റഷ്യക്കാർ ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും കേട്ട് കഴിഞ്ഞപ്പോൾ.
അതുപോലെ താഡ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം, ഉം. അയൺ ഡോം, അയൺ ബീം ഇവര് ഇസ്രായേൽ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തന്നെ പാട്രിയറ്റ് ആയിക്കോട്ടെ എല്ലാം തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇറാൻ എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഇറാൻ തൊടുക്കുന്നതെല്ലാം അമേരിക്കയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ ഒക്കെ ആയിക്കോട്ടെ ഇത് ചെന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഈ വീഴുന്നത് ഇവരുടെ ഇത്തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റംസ് എല്ലാം തന്നെ തകർന്നത് കൊണ്ടാണ്. ഇത് തകർന്ന് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു ശേഷി തീരാൻ വേണ്ടിയിട്ടാണ്, ഈ ഇൻ്റർസെപ്റ്റേഴ്സിൻ്റെ ശേഷി തീരാൻ വേണ്ടിയിട്ടാണ് ഇറാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇറാൻ ഇനി ഉപയോഗിക്കാത്ത തരത്തിലുള്ള മിസൈൽസ് ഉപയോഗിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിൽ വാസ്തവമുണ്ടോ? പ്രജിത പറഞ്ഞില്ലേ അവരുടെ ഡിഫൻസ് സിസ്റ്റം തകർന്നു. ആരുടെ ഡിഫൻസ് സിസ്റ്റമാണ് തകർന്നത്? അമേരിക്കയുടെ ആണോ ഇറാന്റെ ആണോ? അല്ല, ന്യായം പറയുന്നത്, ന്യായവാദികൾ പറയുന്നത് ഇറാൻ തകർത്ത് കളഞ്ഞു. അതായത് ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഡിഫൻസ് സിസ്റ്റംസ് തകർത്തു എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നതല്ലേ വിഷ്വൽ തിങ്കിങ്, നടക്കണ കാര്യമല്ലേ, അത് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. പ്രജിത് ഇത്രയും സ്ഥിരം പത്രങ്ങളും പത്രങ്ങളും വായിക്കുകയും ടി വി കാണുകയും ചെയ്യുന്ന ആളല്ലേ. അമേരിക്കയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്? ലോകത്തിലെ ഏറ്റവും വലിയ നേവി. അല്ല, ഒരു കാര്യമുണ്ട്, അമേരിക്ക എന്തുകൊണ്ടാണ് സമയം എടുക്കണമെന്ന് വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കണം. അവർ മറ്റൊരു ഭൂഖണ്ഡത്തിലാണ് യുദ്ധം ചെയ്യണത്. എത്ര കിലോമീറ്റർ താണ്ടി വന്നിട്ടാണ് അവർ യുദ്ധം ചെയ്യണമെന്ന് ആലോചിക്കണം. ഇന്ത്യ പാകിസ്ഥാനെ ഇട്ടിട്ട് അടിച്ചു പൊട്ടിക്കണ പോലെ അല്ല അവർ യുദ്ധം ചെയ്യണത്. അവരിത്രയും കിലോമീറ്റർ, അത് മിനിമം കാഷ്വാലിറ്റിയെ പാടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഡെലാവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 6 അമേരിക്കൻ സൈനികരുടെ മൃതദേഹം കൊണ്ടുവന്നു. അതിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിൻ്റെ പത്നി ഫസ്റ്റ് ലേഡിയും എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് ഷോക്കിംഗ് ആണ്. കാരണം ഓരോ അമേരിക്കൻ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അത് പ്രസിഡന്റിൻ്റെ ഇമേജിനെ ബാധിക്കുന്ന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ നോക്കി കണ്ട് വളരെ സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. അറ്റാക്ക് ചെയ്യുന്നത് അവർ ശരിക്കും അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അത് ഇറാൻ ഏൽക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ ഒരു പത്രസമ്മേളനത്തിൽ, ഇറാൻ്റെ നേവി തകർന്നു, ഇറാൻ്റെ ആർമി തകർന്നു, ഇറാനിലെ വാർത്താവിനിമയ സംവിധാനം എല്ലാം തകർന്നു, ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുക, ടെഹ്റാൻ നഗരം കത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർ പിന്നെ എവിടെയാണ്, എന്താ അവകാശവാദമാണ് ഉന്നയിക്കുന്നത്? പിന്നെ പറയാം, ഈ ഇറാനെ ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കണ കുറേ, അല്ലെങ്കിൽ ഇറാനോടുള്ള സ്നേഹം കൊണ്ടല്ല, ചിലർക്ക് ഇസ്രായേലിനോടും അമേരിക്കയോടുള്ള വിരോധമുണ്ട്. അത് അവരുടെ ജനറ്റിക് സ്ട്രക്ചറിലുള്ള വിരോധമാണ്. നമ്മൾ ഒരിക്കൽ എന്നെക്കായും സാമർഥ്യവും കഴിവും മിടുക്കും ഉള്ള ഒരു വ്യക്തിയാണ് പ്രജിത എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ റെസ്പെക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പ്രജിതയോടൊപ്പം എത്താനായിട്ട് ഞാനും ശ്രമിച്ച് ആ ലെവലിലെത്താൻ പറ്റും, ആ ലെവലിലെത്താൻ ശ്രമിക്കും. അതൊന്നും പറ്റൂല. എങ്ങനെ നോക്കുമ്പോൾ അവനൊന്നും കൊള്ളില്ല, US നേവി ഒരു കഴിവുമില്ല, US എയർഫോഴ്സ് ഒരു കഴിവുമില്ല, ഇറാൻ അവരുടെ മിസൈൽ അങ്ങനെ ഇരിക്കുക, പലതരത്തിലുള്ള മിസൈൽ അവർ ഇരിക്കുകയെന്ന്. ഇതൊക്കെ ഇരിക്കുമ്പോഴും അവരുടെ ഭൂഗർഭ അറയിലുണ്ടായിരുന്ന ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്ലാന്റ് തകർത്തോ? പേപ്പറിൽ വാർത്ത വന്നോ? ഇറാൻ്റെ അണുബോംബ് ഉണ്ടാക്കാനായിട്ടുള്ള സംവിധാനം, ന്യൂക്ലിയർ റിയാക്ടറൊക്കെ ഒരു പർവ്വതത്തിനടിയിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നത്, അത് മുഴുവൻ അമേരിക്കൻ സൈന്യം പോയി തകർത്തില്ലേ? അമേരിക്കൻ മിസൈൽസ് ഉപയോഗിച്ച് തകർത്തില്ലേ അവർ? ഈ ഖാമിനീനെ വളരെ വിദഗ്ധമായിട്ട് കൊന്നില്ലേ? സെലക്റ്റീവ് ടാർഗറ്റിംഗ്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ പോലെ ഖമേനി മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നിടത്തൊക്കെയാണ് അവർ മിസൈൽ ഉപയോഗിച്ചിട്ട് അയാളെ കൊന്നത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് തോന്നും, ഇതൊന്നും ശരിയല്ല. വേണം ഖമേനിനെ കൊന്നെന്ന് ഇറാൻ കൺഫേം ചെയ്തിട്ടും അവർ പറയണ ഖമേനി ചത്തിട്ടില്ല എന്നല്ല ചിലർ പറയണം. നമ്മുടെ കഴിഞ്ഞ കുറച്ച് സുനിലായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുനിൽ പറയാണ്, LTT ചീഫ് വെല്ലിപ്പിള്ള പ്രഭാകരനെ കൊന്ന് ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണിച്ചു. DNA നടത്തി അനാലിസിസ് നടത്തി പ്രഭാകരനാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അല്ല, മുഖമൊക്കെ പ്രഭാകരൻ്റെ മുഖമാണ് കാണിച്ചത്, ഡെഡ് ബോഡി ഒക്കെ ഉണ്ട്. എന്നിട്ടും പറയണത് പ്രഭാകരൻ ചത്തിട്ടില്ല, ഒളിച്ചിരിക്കുകയെന്ന്. 2009 കൊന്ന പ്രഭാകരനെ 16 വർഷം പോയി, 17 വർഷമായി. അയാൾ ഇത്ര നാൾ ഒളിച്ചിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പ്രഭാകരൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴും തമിഴ്നാട്ടിലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നിന്ന് ജയിക്കാൻ കഴിവില്ലാത്ത വൈക്കോയും പിന്നെ അതുപോലുള്ള കുറേ LTT ഭ്രാന്തന്മാരുണ്ട്. അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്
പ്രഭാകരൻ വരും. നമ്മൾ പണ്ട് മലയാളത്തിലൊരു സിനിമാ നടനുണ്ടായിരുന്നു, ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയ ജയൻ. അപ്പോൾ ഇവിടുത്തെ പറയുമ്പോൾ ജയൻ ചേട്ടൻ മരിച്ചിട്ടില്ല, ജയൻ ചേട്ടൻ പ്രേം നസീറിനൊക്കെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. ആരോടാ ഈ കഥ പറയണേ? ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നല്ലൊരു വിഭാഗം. ഏതോ കാലിഫോർണിയയിൽ ഒരു മരുഭൂമിയിൽ എന്താണ് സെറ്റിട്ടിട്ട് അവിടെ വെച്ചിട്ടാണ് എന്താണ് നീൽ ആംസ്ട്രോങ്ങിൻ്റെയും പിന്നെ എന്താ ആൽഡ്രിനോ, മൈക്കൽ ആൽഡ്രിനോ, അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്തു എന്ന് പറയുന്നത്. ഇതൊക്കെ ആരോടാ പറഞ്ഞ് ഇതായി? ഞാൻ ഈ എനിക്ക് യാഥാർത്ഥ്യത്തിൽ കുറേയധികം വിശ്വാസമുണ്ട്. എനിക്കറിയാം ഇന്ത്യ അമേരിക്കയായിട്ട് യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കുമോ? നമ്മുടെ കയ്യിൽ അതിനുള്ള വെപ്പൺസ് ഒന്നുമില്ല അവരെ തോൽപ്പിക്കാനായിട്ടുള്ള. നല്ല സോൾജിയേഴ്സാണ് നമ്മുടെ സോൾജിയേഴ്സ്, വളരെ സാമർഥ്യമുള്ളവരാണ്. പക്ഷെ നമുക്ക് അവർക്കുള്ള പോലെയുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ അടുത്തുണ്ടോ? അവരുടെ എത്ര മറ്റേ എയർക്രാഫ്റ്റ് കാരിയറുണ്ട്? നമുക്ക് അതിൻ്റെ നമുക്ക് ആയിക്കൂടി ഉള്ളത് ഒന്നോ രണ്ടോ ഒരു വിക്രാന്തും പിന്നെ ഒരു വിക്രമാദിത്യയോ അതുങ്ങളുടെ ഉള്ളൂ നമുക്ക്. പിന്നെ വേറെ കുറച്ച് ഫ്രിഗേറ്റ്സും ഡിസ്ട്രോയേഴ്സും ഉണ്ട്. അവരുടെ യുദ്ധവിമാനങ്ങൾ റഡാറിൽ പതിയാതെ പറന്നു വന്ന് ആക്രമിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന യുദ്ധവിമാനങ്ങളാണ് അവർക്കുള്ളത്. നമുക്ക് പറ്റുമോ? അപ്പം നമ്മൾ ചിലത് മനസ്സിലാക്കണം, കോമൺ സെൻസ് വേണം മനസ്സിലാക്കാൻ. ഞാൻ പ്രജിതേനല്ല പറഞ്ഞത്. ഈ എന്താ പറയണ അന്ധമായ എന്താ പറയണ അമേരിക്കൻ വിരോധം, അന്ധമായ ഇസ്രായേൽ വിരോധം, അതുപോലെ ഒരു അന്ധമായിട്ടുള്ള ഇറാനോടുള്ള വിധേയത്വം അല്ലെങ്കിൽ സ്നേഹം. ഈ ഇറാനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ രണ്ട് ഘടകം കൊണ്ടാണ്. എന്താണ് ഇസ്രായേലിൻ്റെ ബുദ്ധിശക്തിയും അമേരിക്കയുടെ സൈനിക ശക്തിയും അംഗീകരിക്കാൻ പറ്റാത്തവർക്കാണ് ഇത് വരുന്നത്. അവരുടെയൊക്കെ എന്താണ് അവർ സ്വയം പ്രഖ്യാപിച്ചിരുന്ന ഫാദർലാൻഡ് ഉണ്ട്, സോവിയറ്റ് യൂണിയൻ. എത്ര കഷ്ടമായിട്ടാണ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയത്. ഇന്ന് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയുമോ? കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അവർ. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായിരുന്നു. ഇപ്പം എവിടെയുണ്ടത്? അതിനകത്തെ മുൻ സംസ്ഥാനങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യങ്ങൾ മുഴുവൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ അംഗത്വം കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുക. ഇത് പുറത്ത് ഒരു ഡിസ്കഷനൊക്കെ വെറുതെ ആർഗ്യുമെൻറ്റ്സിനെ കൊള്ളാം ഇതൊക്കെ പറയാനായിട്ട്. നമ്മളെപ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക. ഇപ്പോൾ ഇറാനിൽ എത്ര പേർക്ക് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്? സയൻസിനും ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മെഡിസിൻ മേഖലകളിൽ ആർക്കും കിട്ടിയിട്ടില്ല. അവർക്ക് എന്ത് റിസർച്ച് ഉണ്ടെന്നാണ് പറയണേ? സയൻറ്റിഫിക്കായിട്ട് അവരെന്തെങ്കിലും പ്രൂവ് ചെയ്യേണ്ടേ? അവരുപയോഗിച്ചിരിക്കുന്ന ന്യൂക്ലിയർ ടെക്നോളജി തന്നെ ചൈനയിൽ നിന്നും പിന്നെ റഷ്യയിൽ നിന്നും കിട്ടിയ ഉപയോഗിച്ചിട്ടാണ് അവർ റിയാക്ടറും പിന്നെ ഉണ്ടാക്കി യുറേനിയം എൻറിച്ച്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കിയാണ്. അവിടുത്തെ ശാസ്ത്രജ്ഞരൊന്നുമല്ല. അവന്മാർക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നത്? ഇപ്പോൾ ഇസ്ലാമിനെ വളരെയധികം പൊഴുത്തി പറഞ്ഞുകൊണ്ടിരുന്ന ഇറാനെ മറ്റെല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ദിസ് ഇസ് ദ തിങ് നൗ. ഇപ്പം ഇറാൻ്റെ ഇത് എന്താ പറയുക, ചീട്ട് കീറി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. എപ്പോൾ വേണമെങ്കിലും ഇറാൻ ഔദ്യോഗികമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് തീരും. അതല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ പോലെ ഇറാനിലെ ജനങ്ങൾ മുന്നിട്ട് വന്ന് ഭരണം പിടിച്ചുപറ്റി അവർക്ക് വിശ്വസിക്കാവുന്ന, അവർക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, അവർക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ അവർ രൂപീകരിക്കണം. അമേരിക്കയ്ക്ക് ഇടപെടണം എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് പറയാൻ പാടില്ല ഞങ്ങൾ ഫോം ചെയ്യും ഗവൺമെൻറ് എന്ന്. അവരായിക്കൂടി ഇതുവരെയുള്ള ഒരു കാര്യം പറഞ്ഞേക്കണം, അടുത്ത ആയത്തോളം തന്നെ സുപ്രീം ലീഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന ആളായിരിക്കണം എന്ന്. മറ്റേ ഖമേനിയുടെ മകനെ വെച്ചപ്പോൾ അയാൾ ഈസ് എ പൊളിറ്റിക്കൽ ലൈറ്റ് വൈറ്റ്, വി ഡോണ്ട് വാണ്ട് ഹിം ടു ബി ദെയർ എന്നാണ് പറഞ്ഞത്. ബട്ട് ഇറ്റ് ഈസ് ഫോർ ദ പീപ്പിൾ. ഇറാനിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിന് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്ക.